ഇതൊരു ശാസ്ത്രജ്ഞന്റെ കഥയല്ല, ഇതൊരു ചാരന്റെ കഥയുമല്ല, മറിച്ച് 1.5 പതിറ്റാണ്ടിലേറെ കാലം ഒരു രാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന്, അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു കൊടും ഗൂഢാലോചനയുടെ കഥയാണ്. എസ് നമ്പി നാരായണൻ. അമേരിക്കൻ ഡ്രീം വേണ്ടെന്ന് വെച്ച്, നാസയിലെ ജോലി വേണ്ടെന്ന് വെച്ച് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ പിതാവ്. ആ പേര് ഇന്ത്യയുടെ ബഹിരാകാശ കുതിപ്പിന്റെ പര്യായമായിരുന്നു. പക്ഷേ 1994 നവംബർ ഒരു രാത്രി ആ ശാസ്ത്രജ്ഞന്റെ ജീവിതത്തിലേക്ക് 2 വിദേശ വനിതകൾ ഒരു കൊടുങ്കാറ്റായി കടന്നു വന്നു. മാലിദ്വീപിൽ നിന്നുള്ള മറിയം റഷീദ്, ഒപ്പം അവരുടെ സുഹൃത്ത് ഫൗസിയ ഹസൻ. വിസ നിയമലംഘനം എന്ന നിസ്സാരമായ കേസ് പെട്ടെന്ന് വഴിമാറിയത് ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്തിയ ഒരു ചാര കേസിലേക്ക്. ഉദ്യോഗസ്ഥരുടെ ഭാവനയിൽ ഈ 2 സ്ത്രീകളിലൂടെ പാകിസ്ഥാന് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി എന്ന കള്ളക്കഥ പിറന്നു. എങ്ങനെയാണ് ഒരു പ്രതിഭ ഒറ്റ രാത്രി കൊണ്ട് രാജ്യദ്രോഹിയായി മാറിയത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് അധികാരം, പക, നിഴലിൽ ഒളിപ്പിച്ച രാഷ്ട്രീയം. യാതൊരു തെളിവുമില്ലാതെ 50 ദിനങ്ങൾ ജയിലറകളിൽ ക്രൂരമായ പീഡനങ്ങളുടെയും കള്ളമൊഴികളുടെയും നടുവിൽ അദ്ദേഹം മാത്രമല്ല തകർന്നു പോയത്. പൊതുസമൂഹത്തിന്റെ വെറുപ്പ് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ തലയുയർത്തി നടക്കാൻ കഴിയാതെ ആ കുടുംബം തെരുവിൽ അപമാനിതരായി. എന്നാൽ ഈ കേസിന് പിന്നിൽ ഒരു ചാരപ്രവർത്തനവും ഉണ്ടായിരുന്നില്ല. മറിച്ച് അധികാരത്തിന്റെ ഇടനാഴികളിൽ നടന്ന പകയുടെയും കുടിപ്പകയുടെയും രാഷ്ട്രീയ കളിയായിരുന്നു. ഒരു സിഐയുടെ വ്യക്തി വൈരാഗ്യം അത് അന്നത്തെ ഭരണകക്ഷിയിലെ പ്രബലനായ ഒരു നേതാവിനെ താഴെയിറക്കാൻ തക്കം പാർത്തിരുന്നവർക്ക് ലഭിച്ച ആയുധമായി മാറി. ഗ്രൂപ്പ് വഴക്കുകൾ, വ്യക്തിപരമായ ലാഭങ്ങൾ. സംസ്ഥാന പോലീസും ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉന്നതരും ഈ കള്ളക്കഥയ്ക്ക് മൗനസമ്മതം നൽകി. വെറും 2 സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ബഹിരാകാശ സ്വപ്നങ്ങളെയും ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിതത്തെയും അവർ ബലി കൊടുത്തു. അതിലുപരി ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രയോജനിക് സാങ്കേതിക വിദ്യ നേടുന്നത് തടയാൻ അമേരിക്കൻ ചാരസംഘടനയായ CIA നടത്തിയ ഇടപെടൽ. മറിയം റഷീദയും ഫൗസിയ ഹസനും വെറും പാവകളായിരുന്നു, നമ്പി നാരായണൻ ഇരയും. പക്ഷേ സത്യം ഒരു നാൾ പുറത്തു വരും. ഇരുട്ടിൽ ഒളിപ്പിച്ച എത്ര വലിയ ഗൂഢാലോചനയായാലും വെളിച്ചം കാണാതിരിക്കില്ല. CBI അന്വേഷണം ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തി. 1998 സുപ്രീം കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. നീതി ലഭിക്കാൻ അദ്ദേഹത്തിന് 24 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. തന്റെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ അദ്ദേഹം നീതിക്ക് വേണ്ടി പോരാടി. ഒടുവിൽ രാജ്യം അദ്ദേഹത്തോട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചു. 2019 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. നമ്പി നാരായണന്റെ ജീവിതം അതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല, അത് സത്യത്തിന്റെയും അതിജീവനത്തിന്റെയും അനശ്വരമായ ഇതിഹാസമാണ്. ഭരണം നടത്തുന്നവരോട്, നീതിപാലകരോട്, മാധ്യമങ്ങളോട് ഇത് ചരിത്രം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ഇനിയൊരിക്കലും ഒരു നിരപരാധിയും ഭരണകൂടത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഇരയാകരുതെന്ന മുന്നറിയിപ്പ്. അദ്ദേഹം ജയിച്ചത് തനിക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി കൂടിയാണ്. നമ്പി നാരായണൻ, തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഇതിഹാസം.